ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 6 ഓപ്പറേറ്റേഴ്സ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ഓപ്പറേറ്റേഴ്സും കൂടിയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാം. ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. ഇന്നിപ്പോൾ സ്പെഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഓപ്പറേറ്റേഴ്സാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദി കോമ ഓപ്പറേറ്റർ ആൻഡ് ദി സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇങ്ങനെ കോമ ഓപ്പറേറ്ററും സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ഇത് ഉപയോഗിക്കുന്നത്. കോമ ഓപ്പറേറ്റർ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഈ കോമ എന്ന് പറയുന്ന സിമ്പിൾ, അതാണ് കോമ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സൈസ് ഓഫ് എന്ന് പറയുന്നത് അതൊരു ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു ഓപ്പറേറ്ററായിട്ട് ഉപയോഗിക്കുന്നു, ഓപ്പറേറ്ററായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുവെങ്കിലും അതൊരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സൈസ് ഓഫ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും വേരിയബിളിനെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൈസ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വേരിയബിളിന് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് എത്രത്തോളം മെമ്മറി ലൊക്കേഷൻ അലോട്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുണ്ട്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുണ്ട്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ളൊക്കെ വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയബിൾസിലൊക്കെ എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്ത് തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ഇൻറ്റീജർ നമ്പർ എന്ന് പറഞ്ഞാൽ 2 എന്നോ 4 എന്നോ 8 എന്നോ എന്നൊക്കെ പറയുന്ന ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ഈ 4, 8 എന്നൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എത്ര മെമ്മറി ബൈറ്റ് ഓഫ് സ്പേസ് ആ വേരിയബിളിൽ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം, ഒരു സിമ്പിളായിട്ടുള്ള ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വെറുതെ ഉള്ളൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല. പക്ഷേ സൈസ് ഓഫ് ഓപ്പറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നും പറഞ്ഞൊരു തിയറി ക്വസ്റ്റ്യൻ 2-3 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എഴുതി വയ്ക്കാം. അല്ലാതെ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ സാധാരണ സൈസ് ഓഫ് ഓപ്പറേറ്റർ വെച്ച് ചോദിക്കാറില്ല, തിയറി ചോദിക്കാറുള്ളൂ. അപ്പോൾ തിയറി ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമും കൂടെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഇനി പറയുന്നുള്ളൂ. കാരണം അതിന് മുന്നേയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മുതൽ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം ആദ്യം ഞാനിവിടെ ഇൻറ്റീജർ എന്നും ഫ്ലോട്ട് എന്നും ഡബിൾ എന്നും ക്യാരക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ വേരിയബിൾസിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ABCD ഓരോന്നും ഓരോ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ഞാനിവിടെ ദ സൈസ് ഓഫ് ഇൻറ്റ് ഈസ് %d ബൈറ്റ്സ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ എന്നിട്ട് ഈ %d എന്ന ആ ടേം വരുന്ന സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഞാനിവിടെ സൈസ് ഓഫ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് A എന്ന വേരിയബിളിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഈ %d സ്ഥാനത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ, ഈ സൈസ് ഓഫ് A എന്ന് പറയുന്ന അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും %d എന്നാണ് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം, സൈസ് ഓഫ് എന്ന ആ ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു വേരിയബിൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തെന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, അതായത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ആ ഇൻറ്റീജർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ A എന്ന് പറയുന്ന വേരിയബിളിൽ അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസ് എത്രയാണ് എന്ന ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് മെമ്മറി സ്പേസ്, അതിൻ്റെ ബൈറ്റ്സിലുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഒരു ഇൻറ്റീജർ നമ്പറായിട്ട് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസറാണ് കിട്ടുന്നത്. ദ സൈസ് ഓഫ് ഇൻറ്റ് ഈസ് 4 ബൈറ്റ്സ് എന്ന് പറയും. അതായത് ഈ 4 എന്ന് പറഞ്ഞാൽ ഈ %d സ്ഥാനത്താണ് ആ 4 വന്നത്. അതായത് സൈസ് ഓഫ് A എന്ന ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് 4 എന്ന ആൻസർ കിട്ടിയത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ A എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തോന്നാണ്, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൽ അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ആണ്. അങ്ങനെ എത്ര ക്വാണ്ടിറ്റി മെമ്മറി സ്പേസ് ഓരോ വേരിയബിളിനും അല്ലെങ്കിൽ ഓരോ ഡാറ്റ ടൈപ്പിന് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഔട്ട്പുട്ടാണ് നമുക്ക് ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഫ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സൈസ് ഓഫ് എന്ന് പറഞ്ഞ് B ആണ് കൊടുത്തിട്ടുള്ളത്. അതും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആയിരുന്നാലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരുന്നാലും ആ വേരിയബിളിൽ സ്റ്റോർ അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. അതേസമയം
ഇവിടെ സൈസ് ഓഫ് സി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതായത് ഡബിൾ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ 8 ബൈറ്റ്സ് മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഡബിൾ, കറക്റ്റ് എക്സാക്റ്റ് ഡബിൾ മെമ്മറി സ്പേസ് ഈ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അപ് ടു 6 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസിനെയാണ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേസമയം ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അപ് ടു 15 ഡെസിമൽ പ്ലേസ്, അതായത് ഓൾമോസ്റ്റ് ഡബിൾ അത്രത്തോളം പ്രിസിഷനുള്ള അത്രയും ഡെസിമൽ പോയിൻറ്റ്സ് ഈ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൻ്റെ വേരിയബിളിൻ്റെ ഇരട്ടി മെമ്മറി സ്പേസ് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും കൂടുതൽ ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പർ സ്റ്റോർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് 8 ബൈറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളാണ് നമ്മൾ സൈസ് ഓഫ് എന്ന ആ ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൽ 1 ബൈറ്റിനുള്ള മെമ്മറി സ്പേസ് മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൽ നമുക്ക് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, അങ്ങനെ എന്തെങ്കിലും ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിമ്പൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റ്, അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ഒരു ക്യാരക്ടർ വേരിയബിൾ സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് 1 ബൈറ്റ് സ്റ്റോറേജ് മതി. അതുകൊണ്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ 1 ബൈറ്റിൻ്റെ മെമ്മറി സ്പേസ് മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എത്ര മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഏകദേശം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ തിയറി ചോദിക്കുകയാണെങ്കിൽ, സൈസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പിൾ പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഈ ഒരു പ്രോഗ്രാം സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഇതാണ് സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ഞാനിവിടെ ഇൻഡ് എ, ഫ്ലോട്ട് ബി, ഡബിൾ സി, ചാർ ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലൈൻ താഴെ ഓരോ ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ ചെറുതാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്പേസ് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്, വേസ്റ്റ് ആക്കുകയാണെന്ന് പറയാം. കാരണം ഇതെല്ലാം ചെറിയതാണല്ലോ, ഓരോ താഴെയായിട്ട് കൊടുക്കുമ്പം ഇത്രയും സ്പേസ് നഷ്ടമാക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിൽ തന്നെ കൊടുക്കാം. ഇവിടെ സെമി കോളൻ വിട്ടു പോകാതിരുന്നാൽ മതി. ഈ സെമി കോളൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സെമി കോളൻ കൊടുക്കുന്നത്. അങ്ങനെ ഈ സെമി കോളൻ ഇട്ടിട്ട് അടുത്ത ലൈനിൽ എഴുതാനുള്ളത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഞാൻ മുമ്പത്തെ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഇതെല്ലാം ലൈൻ ബൈ ലൈൻ താഴെ തന്നെ എഴുതണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. സെമി കോളൻ കറക്റ്റായിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈനാക്കി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീർന്നു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ബാക്കിയായിട്ട് എഴുതി എന്നേ ഉള്ളൂ, ആ ലൈനിൽ എഴുതി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്, 4 ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. താഴെ എഴുതാതെ ഒരു ലൈനിലാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സെമി കോളം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ഒരു ലൈനിലൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലെഴുതാൽ മതി. ഞാൻ മുമ്പും പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിനി കോമ ഓപ്പറേറ്ററാണ് പഠിക്കാനുള്ളത്. ആ കോമ ഓപ്പറേറ്റർ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഷോയ്ക്കുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ലോജിക്ക് എന്താണ്, ഇതെങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വേരിയബിൾസിൻ്റെ ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി, വേരിയബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ 2 വേരിയബിൾസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാം ടു എക്സ്ചേഞ്ച് ദ വാല്യൂസ് ഓഫ് വേരിയബിൾസ് എ ആൻഡ് ബി. അതായത് നമ്മളിവിടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പം ആദ്യം എൻ്റർ ദി വാല്യൂ ഓഫ് എ എന്ന് ചോദിക്കും. എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയും ചോദിക്കും. നമ്മളൊരു വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, 12 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത എൻ്റർ ദി വാല്യൂ ഓഫ് ബി എന്ന് ചോദിക്കുന്നു. ബി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എത്രയും ചോദിക്കുന്നു. നമ്മളൊരു റാൻഡമായിട്ട് 22 എന്ന സാമ്പിളായിട്ട് 22 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഉടനെ തന്നെ അത് ഔട്ട്പുട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ദ ന്യൂ വാല്യൂ ഓഫ് എ ഈസ് 22 ആൻഡ് ബി ഈസ് 12 ഡിസ്പ്ലേ ചെയ്യും. അതായത് നമ്മൾ എക്ക് വേണ്ടി എയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ബിക്ക് ഡിസ്പ്ലേ ചെയ്യും. ബിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുത്ത വാല്യൂ എക്ക് ഡിസ്പ്ലേ ചെയ്യും. അതായത് ഇതിൻ്റെ വാല്യൂസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. എയിലും ബിയിലോട്ടും സ്റ്റോർ ചെയ്ത വാല്യൂസിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് തന്നത്. സ്വാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള
വാല്യൂസാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് തന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഒരു 2 വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ എങ്ങനെയാണ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇത് വളരെ സിമ്പിളല്ലേ, നമുക്കിതാ പ്രോഗ്രാം എഴുതപ്പോൾ എന്താ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ പോരെ, ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവസാനത്തെ ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോരെ എന്ന് ചോദിക്കും. പ്രിൻ്റ് ഓഫ് ദ ന്യൂ വാല്യൂസ് ഓഫ് എ ഈക്വൽ ടു %d ആൻഡ് ബി ഈക്വൽ ടു %d എന്ന് കൊടുത്തിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് ബി എന്നും എ എന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മാത്രം പോരെ. ഇപ്പോൾ ബി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും എ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ബി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോഴും ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൂടെ, അതിൽ വേറെ എന്ത് ലോജിക്കാണ് ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. നമ്മൾ അങ്ങനത്തെ ഒരു പറ്റിക്കുന്ന ആ ഒരു ലോജിക്കല്ല നമ്മളിവിടെ നോക്കുന്നത്. ഇതെന്ന് പറയുന്ന ആൾക്കാരെ പറ്റിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന ലോജിക്കല്ല നമ്മളിവിടെ നോക്കുന്നത്. അതല്ലാതെ കാര്യമായിട്ട് ഈ എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറയുന്ന വേരിയബിളും സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എങ്ങനെയാണ് ഇൻ്റർചേഞ്ച് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് എന്ന ആ ഒരു ലോജിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ തരികിട കഞ്ഞി പരിപാടി കാണിച്ച് ഇങ്ങനെ ഔട്ട്പുട്ട് ചുമ്മാ പറ്റിക്കുന്ന രീതിയിൽ കാണിക്കുന്ന രീതിയല്ല നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാൻ എൻ്റെ അൽഗോരിതം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഇൻപുട്ട് എ ആൻഡ് ബി എന്ന് പറയുന്നു. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, ബി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പററി ആയിട്ടുള്ള ഒരു വേരിയബിൾ, ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ എന്ന നിലയ്ക്ക് ടെമ്പ് എന്ന് പേരുള്ള ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഈ ടെമ്പററി വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുന്നു. അതിനാണ് ഈ ടെമ്പ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ടെമ്പററി ആയിട്ട് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അങ്ങ് കോപ്പി ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് എയിലോട്ട് അങ്ങ് കോപ്പി ചെയ്ത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എയിൽ നമ്മൾ നേരത്തെ ഇവിടെ 12 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതെങ്കിൽ 12നെ ആദ്യം ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ബിയിലുള്ള 22 എന്ന് പറയുന്ന വാല്യൂ എ എന്ന വേരിയബിളിലോട്ട് അങ്ങ് കോപ്പി ചെയ്ത് അങ്ങ് റീപ്ലേസ് ആവും. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എ എന്ന് പറയുന്ന വേരിയബിളിൽ വാല്യൂ 22 ആണ്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബി ഈക്വൽ ടു ടെമ്പ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതായത് നേരത്തെ നമ്മൾ എയുടെ വാല്യൂ നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു, കോപ്പി ചെയ്ത് വെച്ചായിരുന്നു ആ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിൽ. ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ബിയിലോട്ടും കോപ്പി ചെയ്യുന്നു. അപ്പോൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ 12 ആയിരുന്നു കോപ്പി ചെയ്ത് വെച്ചത്, ആ 12നെ നമ്മൾ ബിയിലോട്ടും കോപ്പി ചെയ്യുന്നു. എന്നിട്ട് പ്രിൻറ്റ് എയും ബിയും, അതായത് എയിലും ബിയിലുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ എന്ത് വാല്യൂസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മൾ 12ഉം 22 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 22ഉം 12ഉം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് വാല്യൂ ഇൻ്റർചേഞ്ച് ചെയ്തു. നടുക്ക് ഒരു മീഡിയനായിട്ട് ടെമ്പററി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിച്ച് അതിനെ ഈ എയിലും ബിയിലുള്ള വാല്യൂസിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കാണിച്ചു എന്നാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് എ ഈക്വൽ ടു 12 എന്നും ബി ഈക്വൽ ടു 22 എന്നും നമ്മൾ കൊടുത്തു എന്ന് കരുതുക. ആദ്യം ടെമ്പ് ഈക്വൽ ടു എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് എയിൽ സ്റ്റോർ ചെയ്യുന്ന 12 എന്ന് പറയുന്ന വാല്യൂ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു ബി എന്ന് പറയുന്നു. അതായത് ബിയിൽ നമ്മളിപ്പോൾ 22 ആണ് സ്റ്റോർ ചെയ്യുന്നത്, ആ 22നെ എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ 12 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബി ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുക്കപ്പോഴേക്കും 12 എന്ന് പറയുന്ന വാല്യൂ ബിയിലോട്ട് സ്റ്റോർ ആവുന്നു. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 22 ആയി, ബിയുടെ വാല്യൂ 12 എന്നായി. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 12 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. പക്ഷേ അവസാനം ഇത് ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എയുടെ വാല്യൂ 22 ആയി, ബി 22 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്തിയപ്പോഴും ബിയുടെ വാല്യൂ 12 എന്നായി. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ബി ഈക്വൽ ടു 12 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസിനെ ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ലോജിക്കാണ് ദാ ഇവിടെ ഉള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാം എഴുതാം എന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രോഗ്രാമാക്കി മാറ്റുന്നു. അപ്പോൾ പ്രോഗ്രാം മാറ്റുമ്പോൾ എന്താ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് എഴുതാം. ഈ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നുള്ളൂ. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ആദ്യം 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ എ എന്നും ബി എന്നും ടെമ്പ് എന്നും പറഞ്ഞ പേരുള്ള 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ പ്രിൻ്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ദി വാല്യൂ ഓഫ് എ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സ്കാനഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്കാനഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റായ എൻ്റർ ദി വാല്യൂ ഓഫ് ബി എന്നുള്ളത് പ്രിൻ്റ് ഓഫിൽ കാണിക്കുന്നു. അപ്പോഴാണ് ഇതിവിടെ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ
അപ്പോൾ ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ അൽഗോരിതത്തിൽ പറഞ്ഞ ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നു. ആദ്യം ടെംപ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുന്നു, എന്നിട്ട് എ ഈക്വൽ ടു ബി എന്ന് കൊടുക്കുന്നു, എന്നിട്ട് ബി ഈക്വൽ ടു ടെംപ് എന്നും കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എയിലെയും ബിയിലെയും വാല്യൂസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ദ ന്യൂ വാല്യൂ ഓഫ് എ ഈക്വൽ ടു %d ആൻഡ് ബി ഈക്വൽ %d എന്ന് പറഞ്ഞ് എ എന്നും ബി എന്നും ആയിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം എയുടെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നു, ബിയുടെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവുന്നു, എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് അൽഗോരിതം, ഇതാണ് അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ പ്രോഗ്രാമിലുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സാമ്പിൾ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കി തന്നെ നിങ്ങൾക്ക് ഈ ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതാം. പിന്നെ വരുന്ന ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. എല്ലാ പ്രോഗ്രാമിനും പുതിയ പുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, ആൾറെഡി അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ തന്നെ എഴുതി പോകുന്നത്. കാരണം ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഈ പ്രോഗ്രാമിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിങ് പഠിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നോക്കുക, ഞാൻ ഇനിയാണ് ഈ കോമ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇവിടെ ഇപ്പം കണ്ടാൽ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഇത് ഒറ്റ ലൈനിലാക്കി എഴുതാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒറ്റ ലൈനിലാക്കി എഴുതപ്പോഴും സെമികോളൻ കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ ഒറ്റ ലൈനിലാക്കി എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ലൈനിലാക്കി എഴുതുമ്പോഴും ഇത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അല്ലാതെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയല്ല എഴുതുന്നത്, 3 സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയാണ് എഴുതുന്നത്. പക്ഷേ ഈ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് എഴുതാനൊക്കും. അതാണ് ഈ കോമ ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എഴുതാനൊക്കും. അതിന് വേണ്ടിയാണ് ഈ കോമ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള രീതിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. സെയിം പ്രോഗ്രാം തന്നെയാണ്, ഈ പോർഷനിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് 3 ലൈനിലായിട്ട് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു കോമയാണ്. അപ്പോൾ ഇവിടെ സെമി കോളൻ അല്ല വന്നിരിക്കുന്നത്, ഇവിടെ ജസ്റ്റ് കോമയാണ് വന്നിരിക്കുന്നത്. ഈ കോമ ഉപയോഗിച്ചാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 3 ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, ഇത് 3 കൂടെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതിയിട്ടാണ് ഞാനിവിടെ സെമി കോളൻ എഴുതിയത്. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഇടയിൽ ഇങ്ങനെ കോമ ഇട്ട് കൊടുത്താൽ മതി. അതാണ് കോമ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പിൻ്റെ അകത്താണ്. ഫോർ ലൂപ്പിൽ ഫോർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കോമ ഉപയോഗിച്ചാണ്. അങ്ങനെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ സാധാരണ ഈ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാറുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ സാധാരണ പ്രോഗ്രാം ഒന്നും ഇങ്ങനെ കോമ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്നും സാധാരണ എഴുതാറില്ല. ഞാൻ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാനിങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എക്സാമിന് ആൻസർ എഴുതി വയ്ക്കുന്ന സമയത്ത് ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോമയിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പോൾ ടീച്ചർ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ വരും. കാരണം ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല, ശ്രദ്ധിക്കണമെന്നില്ല. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സെമി കോളനാണ് ഇടേണ്ടത്. പക്ഷേ ആ സ്റ്റുഡൻറ്റ് വെറുതെ കോമയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം വെട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ കമാൻഡ്സൊക്കെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് മൾട്ടിപ്പിൾ കമാൻഡ്സ് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്നും നമ്മൾ സാധാരണ എഴുതാറില്ല. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി നമ്മൾ സാധാരണ ഈ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതാറില്ല. ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എഴുതും, അത് സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് സിൻടാക്സ് പ്രകാരം തന്നെ കോമ ഓപ്പറേറ്റർ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അങ്ങനെ എഴുതാറുണ്ട്. അത് നിങ്ങൾ ഫോർ ലൂപ്പ് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫോർ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടും. നിർബന്ധമായും 3 സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമെന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. അത് അതിൻ്റെ സിൻടാക്സിൻ്റെ കൂടെ ഉള്ളതാണ്. അതല്ലാതെ ഫോർ ലൂപ്പ് ഒന്നും വരാത്ത സ്ഥലത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇങ്ങനെ വന്നിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാധാരണ എഴുതാറില്ല. എക്സാമിനും അങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കട്ടെ. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതിലുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ കോമയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ 3 സെക്ഷനായിട്ട് വരുന്നതെങ്കിൽ അത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തായിരിക്കും പോകുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ
റൈറ്റിലോട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ സാധാരണ എഴുതാറില്ല. നമ്മൾ എഴുതുന്നുവെങ്കിൽ തന്നെ ഒറ്റ ലൈനായിട്ട് എഴുതുന്നുവെങ്കിൽ തന്നെ അത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി എഴുതുള്ളൂ. അതായത് ഇങ്ങനെ സെമി കോളൻ ഇട്ടായിരിക്കും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതുന്നത്. ഇതെന്ന് പറയുന്നത് മൂന്ന് ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഒരു ലൈനിൽ എഴുതി എന്നേ ഉള്ളൂ, മൂന്ന് ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 3 ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സെമി കോളൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്പേസ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നിങ്ങൾ ഒരു ലൈനിൽ എഴുതാനൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്ഥലം ലാഭിക്കാനായിട്ട് ഒരു ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതാം. പക്ഷേ എന്നാലും ഈ കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് എഴുതാം എന്നൊക്കെയാണ് തിയററ്റിക്കലി പറയുന്നത്. പക്ഷേ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളങ്ങനെ ഒന്നും ചെയ്യാറില്ല. ചിലപ്പം മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചർമാരൊക്കെ വെട്ടിക്കളഞ്ഞെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എഴുതാറില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് കോമ ഓപ്പറേറ്ററും സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും. ഇത് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് ഈ 2 ഓപ്പറേറ്റേഴ്സും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ സംഭവം കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.